സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി കോഴിക്കോട്ട് നടന്നെങ്കിലും പ്രാഥമികമായി ഏർപ്പാടാക്കേണ്ട സാനിറ്റേഷൻ സംവിധാനം നടപ്പാക്കുന്നതിനെക്കുറിച്ച് അധികൃതർ മറന്നുപോയി എന്നതിന്റെ തെളിവാണിത്. കലോത്സവം ആരംഭിച്ച് 10,000-കണക്കിന് മത്സരാർത്ഥികൾ സ്ഥലത്തെത്തിയ ആദ്യ ദിനം വൈകിട്ടാണ് മന്ത്രിയടക്കം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. തുടർന്ന് അടിയന്തര യോഗം. ഒടുവിൽ നറുക്ക് കോർപ്പറേഷന്. കലോത്സവത്തിന്റെ ആദ്യ ദിനമാണ് ആഴ്ചകൾക്ക് മുമ്പ് തയ്യാറാക്കേണ്ട ശുചിമുറികളുടെ അടക്കം ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. ഇനി ഈ സംവിധാനങ്ങൾ ഒന്ന് കാണുക. പ്രധാന വേദിയായ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലെ മൂത്രപ്പുരകളാണിവ. പൊതുനിരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇവ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിരിക്കുന്നു. റോഡിലൂടെ പോകുന്ന ആർക്ക് വേണമെങ്കിലും വലിയ പ്രയാസം കൂടാതെ അകത്തെ കാഴ്ചകൾ കാണാം. ഭയത്തോടെയല്ലാതെ ആർക്കും അകത്തു കടക്കാനാവാത്ത അവസ്ഥ. ശുചിമുറികളിൽ വെള്ളമില്ല, മറ്റു സംവിധാനങ്ങൾ ഒന്നുമില്ല. ആരോട് പറയേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് സേഫ് ആണെന്ന് തോന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് കയറില്ല. അത് അപ്പുറത്തൊക്കെ മെയിൻ റോഡാണ് അപ്പുറത്ത്. അപ്പം മൊത്തം ഹോൾസ് ആണ് അവിടെ മൊത്തം. വാതിലില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഏറ്റവും പ്രാഥമികമായി ഒരുക്കേണ്ട സൗകര്യങ്ങളിലൊന്നാണ് കോഴിക്കോട് സംഘാടകർ മറന്നുപോയത്. ഒടുവിൽ തട്ടിക്കൂട്ടിയതാകട്ടെ അതിനേക്കാൾ അപകടകരമായ ഒന്ന്. ശുചിത്വത്തിനായി ലക്ഷക്കണക്കിന് രൂപ മാറ്റിവെക്കുമ്പോഴാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനായി കുട്ടികളിവിടെ നെട്ടോട്ടമോടുന്നത്. കലോത്സവത്തിന്റെ ഒന്നാം വേദിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം ശരണ്യ സ്നേഹജൻ, ടീം റിപ്പോർട്ടർ.